ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് കാണുന്നത്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഇതൊരു ബ്ലൂടൂത്ത് റിമൂവബിൾ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കാണ്. വ്യത്യസ്തമായൊരു സെൽഫി സ്റ്റിക്കാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കുറഞ്ഞ വിലയേ ഉള്ളൂ. അത് ഞാൻ വില പിന്നീട് പറയാം. അപ്പം നമുക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ കാർട്ടൂണിനകത്താണ് ഇത് വന്നത്. സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. എന്തായാലും നമുക്ക് ആ കവറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കമ്പനിയുടെ പേര് ടൈഗോട്ട് എന്നാണ്. ഇതിൽ മാക്സിമം 1 കിലോ വെയിറ്റ് വരെ കപ്പാസിറ്റി ഉണ്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിനാകെ നെറ്റ് വെയിറ്റ് 113 ഗ്രാമേ ഉള്ളൂ. സംഭവം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് സാധനം. വളരെ ചെറുതാണ്, ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് പോക്കറ്റിൽ കൊണ്ട് നടന്ന് നമുക്കത് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. വലിപ്പം വലുതായിട്ടില്ല. ഇപ്പം മെറ്റീരിയൽ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഈ നോബ് തിരിച്ച് ലൂസ് ചെയ്തിട്ട് നമുക്കിത് പല ആംഗിളുകളിലേക്ക് തിരിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ആ നോബ് ലൂസാക്കാതെ തിരിക്കാൻ ശ്രമിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ശ്രമിക്കരുത്, അത് ഒടിഞ്ഞു പോകും. ഇതാണ് ആ ബ്ലൂടൂത്ത് റിമോട്ട്. ഈ ബട്ടണിൽ 2 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ അതിലൊരു ബ്ലൂ കളറിൽ ലൈറ്റ് മിന്നുന്നതായിട്ട് കാണാം. കണ്ടോ? അത് നമ്മുടെ മൊബൈലുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഊരി എടുത്തിട്ട് ഇത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. വീഡിയോസും ഫോട്ടോസും എല്ലാം അതിൽ വർക്ക് ചെയ്യുന്നതാണ്. മൊബൈൽ ഹാങ് ചെയ്യേണ്ട ഭാഗം ഇതാണ്. ഇത് അത്യാവശ്യം നല്ല ടൈറ്റുള്ള സ്പ്രിങ്ങാണ് അത് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ മൊബൈൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും, കുഴപ്പമില്ല. പിന്നെ ഇത് റിമോട്ട് നമുക്ക് ഞൂരിയെടുത്ത് നമുക്ക് സൗകര്യം പോലെ ഉപയോഗിക്കാം. അതിൻ്റെ പുറകിലൊരു ചെറിയ ഈ കോയിൻ ടൈപ്പിലെ ബാറ്ററിയാണ് ഇടുന്നത്. മറ്റേ വാച്ചിൽ റിമോട്ടിൽ ചെറിയ റിമോട്ടിലൊക്കെ കിടക്കുന്ന സൈസ് ഒരു ചെറിയ ബാറ്ററിയാണ് അതിനകത്തുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ടും കട്ട് ഓഫ് ആവും, ആവശ്യം കഴിയുമ്പോൾ ഓഫ് ആവും. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൻ്റെ ഇത് വരുന്നത്. 18.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ലൈറ്റ് വെയിറ്റാണ്, 113 ഗ്രാമേ ഉള്ളൂ. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് 10 മീറ്ററാണ്. നല്ല രീതിയിൽ നമുക്കത് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും. സ്റ്റെബിലിറ്റിയൊക്കെ ഓക്കെയാണ്. സ്റ്റാൻഡിനുമൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതൊന്നും ഒടിഞ്ഞു പോകുന്ന അത്ര ബലം വലിയ ഇതിൽ നമ്മുടെ മൊബൈലിൻ്റെ വെയിറ്റ് എന്തായാലും താങ്ങും. അതിനകത്ത് അത്യാവശ്യം വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അപ്പോൾ ഏത് സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. അത് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള മൂല്യം കമ്പനി നമുക്ക് തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ റിമോട്ട് നമുക്ക് അത്യാവശ്യം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഒരു തിരിച്ചതിൽ തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അത് മേപ്പോട്ട് പൊക്കിയാൽ മാത്രമേ ആ നോവ് കറക്റ്റായിട്ട് 3 നോവുണ്ട് അതിനകത്ത്. അത് കറക്റ്റായിട്ട് ആ ഹോളിൽ വീണാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അത്. സംഭവം അതങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ
ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു 3 ഹോളുണ്ട് അതിൽ. കറക്റ്റ് അതിലേക്ക് തന്നെ പോയിരിക്കും. കുഴപ്പമില്ല, സാധനം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമാണ്. നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന, സുഖമായിട്ട് കൊണ്ട് നടക്കാം. നമുക്ക് ബാഗിലോ പോക്കറ്റിലോ ഒക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ അതിനകത്തൊരു യൂസർ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ എൻ്റെ കൂടെ. അതിൻ്റെ വില ഞാൻ നിങ്ങളെ കാണുന്നുണ്ടെന്നറിയില്ല. അതിൽ കൊടുത്തിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ MRP പ്രൈസ് 1999 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അത്രയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ, ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമുക്ക് 304 രൂപയായുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ഉള്ള സാധനമുണ്ട്. അതിൻ്റെ മൂല്യം അവർ തരുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർ വാങ്ങുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.